കേരളത്തിൽ ഇന്ന് ഒരുപാട് വാർത്താ ചാനലുകളുണ്ട്. ഓരോ ചാനലും ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിങ്ങിനായും യൂട്യൂബ് വ്യൂസിനായും സോഷ്യൽ മീഡിയ റീച്ചിനായും മത്സരിക്കുകയാണ്. എല്ലാ ചാനലുകളും ഓരോ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ സാമ്യവുമുണ്ട്. പകൽ സമയങ്ങളിൽ ചാനലുകളിൽ ന്യൂസ് ബുള്ളറ്റിനുകളും ഫീൽഡ് റിപ്പോർട്ടിങ്ങും ഇന്റർവ്യൂകളുമാണ് നടക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ചാനലുകളുടെ സ്വന്തം ജീവനക്കാർ തന്നെയാണ്. എങ്കിലും ഇന്റർവ്യൂ ചെയ്യാനായി ഗസ്റ്റ് ആയി രാഷ്ട്രീയ നേതാക്കന്മാരോ സിനിമാ മേഖലയിലെ സെലിബ്രിറ്റികളോ സാമൂഹിക പ്രവർത്തകരോ ചില മേഖലയിലെ പ്രമുഖരെയോ ക്ഷണിക്കാറുണ്ട്. അതിനുശേഷം വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനിടയിൽ എല്ലാ ചാനലുകളിലും തന്നെ സംവാദങ്ങളുമുണ്ട്. വാർത്താ ചാനലിന്റെ ആങ്കറുകളിൽ ഒരാൾ തന്നെ നിയന്ത്രിക്കുന്ന ഈ പരിപാടിയിൽ പുറത്തുനിന്ന് 3 അല്ലെങ്കിൽ 4 ഗസ്റ്റുകളെ ക്ഷണിച്ചാണ് സംവാദം കൊഴുപ്പിക്കുന്നത്. ന്യൂസ് ചാനലുകളുടെ അവതരണം കാണുന്ന ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ സംവാദത്തിന് പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ഗസ്റ്റുകളായി എത്തുന്നവർക്ക് എത്ര രൂപ പ്രതിഫലം കിട്ടുമെന്ന്. രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവുമുള്ള പലർക്കും മറ്റ് വരുമാനം നൽകുന്ന ജോലികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പരിപാടികളാണോ അവരുടെ വരുമാന മാർഗം? അത്തരം സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇവിടെ നൽകുന്നത്. വരുമാനം എത്രയെന്ന് നോക്കുന്നതിന് മുമ്പായി ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളവരാണ് ഗസ്റ്റുകളായി എത്തുന്നതെന്ന് നോക്കാം. പ്രധാനമായും 4 വിഭാഗങ്ങളിലുള്ള ആളുകളാണ് ഉള്ളത്. 1 രാഷ്ട്രീയ നേതാക്കന്മാർ, 2 സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ മാധ്യമ രംഗത്തെ സെലിബ്രിറ്റികൾ, 3 സാമൂഹിക പ്രവർത്തകർ, പൊതുരംഗത്തെ ഭുജികൾ, 4 ലോയേഴ്സും ഡോക്ടേഴ്സും സാമ്പത്തിക വിദഗ്ധർ, അതുപോലെ തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകൾ. ഈ 4 വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയും ന്യൂസ് ചാനലുകൾ വ്യത്യസ്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഉള്ള പേയ്മെന്റ് വ്യത്യാസമാണ്. ആദ്യമേ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് തുടങ്ങാം. വലിയൊരു പങ്ക് ചാനലുകളിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സംവാദങ്ങളിലും ഇന്റർവ്യൂവിലും പങ്കെടുക്കുന്നതിന് പേയ്മെന്റ് നൽകാറില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള വേദിയാണിത്. വ്യക്തിപരമായി ഇവരുടെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുകയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കൂടുതൽ സ്വീകാര്യനാകുകയും ചെയ്യാം. അതുവഴി വേഗത്തിൽ തന്നെ ജനപ്രതിനിധിയാകുവാനുള്ള അവസരം ലഭിക്കും. സംവാദങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രയധികം മേൽക്കൈ നേടിക്കൊടുക്കുവാൻ ഒരു പ്രവർത്തകന് കഴിയുന്നോ അത്രയധികം സ്വീകാര്യത ഇവർക്ക് പാർട്ടിക്കുള്ളിൽ ലഭിക്കും. പാർട്ടിയാണ് ഇതിനുള്ള പ്രതിഫലം നൽകുന്നത്. അത് പണമായല്ല, സ്വാധീനങ്ങളായും പദവികളായുമാണ് നൽകുന്നത്. നിലവിൽ ജനപ്രതിനിധികളായി പദവികളിൽ ഇരിക്കുന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷനിൽ എത്തി ആശയങ്ങൾ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്നത് അവരുടെ രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണ്. അതുമാത്രമല്ല, ചാനലുകളിൽ നിന്ന് പണം സ്വീകരിക്കാൻ നേതാക്കളെയോ പ്രവർത്തകരെയോ പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ സംവാദങ്ങളിലോ ഇന്റർവ്യൂകളിലോ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു നിശ്ചിത പേ സ്കെയില് ഇല്ല. അവർക്കൊരു പണം ഡിമാൻഡ് ചെയ്ത് വാങ്ങാനും കഴിയില്ല. സംവാദത്തിനിടയിൽ പല നേതാക്കളും ഇറങ്ങിപ്പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ഇറങ്ങിപ്പോകുകയും ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച സംഘടിപ്പിക്കുന്ന മാധ്യമങ്ങളോട് അവർക്ക് ഉത്തരവാദിത്വമില്ല. ചർച്ചയിൽ അവരുടെ പാർട്ടി ഒറ്റപ്പെടുന്നുവെന്ന് ഘട്ടം വരുമ്പോൾ പിന്നെ അതിന് വഴങ്ങിക്കൊടുത്ത് അവിടെ തുടർന്നാൽ അവരുടെ പാർട്ടിക്കും അവരുടെ രാഷ്ട്രീയ ഭാവിക്കും അത് ദോഷം ചെയ്യും. ഇന്റർവ്യൂകളിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള സാവകാശമുണ്ട്. ഇവരൊക്കെ മികച്ച വാഗ്മികൾ ആയതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വലിയ ഒരു ജനവിഭാഗത്തെ സ്വാധീനിക്കാനുള്ള ശക്തിയുമുണ്ട്. പക്ഷേ സംവാദങ്ങളിൽ അങ്ങനെയല്ല. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ എല്ലാം തന്നെ മേൽക്കൈക്കായി പോരാടുകയാണ്. അവിടെ ഏത് വിഷയത്തിന്മേലും കാഴ്ചക്കാർക്ക് ദഹിക്കുന്ന വിധത്തിൽ ന്യായീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങൾ വരെ സംവാദങ്ങൾ കണ്ടിരുന്നത് മുതിർന്ന ആളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ട്രോൾ വീഡിയോകളിലൂടെയും മറ്റും യുവതലമുറയ്ക്കും സംവാദങ്ങൾ കാണാനുള്ള താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാർത്താ ചാനലിലെ പരിപാടികളിൽ കൂടുതൽ തത്സമയ കാഴ്ചക്കാരെ നേടുവാൻ സംവാദങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. സംവാദങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും മറ്റു ചില സൗകര്യങ്ങൾ ചാനലുകൾ നൽകാറുണ്ട്. 1 യാത്രാ സൗകര്യം നൽകുന്നതാണ്. ചാനലിന്റെ സ്റ്റുഡിയോയിൽ വന്ന് പങ്കെടുക്കേണ്ടവർക്ക് അതിനുള്ള സൗജന്യ യാത്രാ സൗകര്യം നൽകും. സ്ഥിരമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപഹാരങ്ങൾ നൽകാറുണ്ട്. ഇത് കൂടാതെ മാസത്തിൽ 1 അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിൽ പ്രത്യേക ഹോണറേറിയം അനൌദ്യോഗികമായി ഇവർക്ക് നൽകാറുണ്ട്. മലയാളം വാർത്താ മാധ്യമങ്ങളിൽ സംവാദകർക്ക് കൃത്യമായ ഒരു അലവൻസ് നൽകുന്നത് സർക്കാർ ഉടമസ്ഥയിലുള്ള ദൂരദർശൻ ചാനൽ മാത്രമാണ്. ആ ചാനലിലെ സംവാദത്തിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാ മാസവും ഒരു തുക അവരുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. വാർത്താ ചാനലുകളിലെ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മറ്റൊരു വിഭാഗം സിനിമാ മേഖലയിൽ നിന്നുള്ള സെലിബ്രിറ്റികളാണ്. ഇതിൽ നടീനടന്മാർ, സംവിധായകർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, മറ്റ് സമൂഹ മാധ്യമങ്ങൾ സെലിബ്രിറ്റികൾ വരുന്നു. ഈ രംഗത്ത് തന്നെ എഴുത്തുകാർ അല്ലെങ്കിൽ ഓതേഴ്സിനെയും ഉൾപ്പെടുത്താം. നടീനടന്മാരെ, സംവിധായകരെ സംബന്ധിച്ച് അവർ വാർത്താ മാധ്യമങ്ങളിൽ എത്തുന്നത് മൂവി പ്രൊമോഷൻ ഭാഗമായിട്ടാണ്. എഴുത്തുകാർ എത്തുന്നത് ബുക്ക് ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ്. മറ്റു മാധ്യമങ്ങളിലെ സെലിബ്രിറ്റികൾ എത്തുന്നത് അവരുടെ പബ്ലിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായാണ്. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ സമൂഹത്തിൽ ഒരു പങ്ക് ആളുകളെ അറിയപ്പെടുന്നവർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സൗകര്യപ്രദമായ സമയത്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറുള്ള കണ്ടന്റ് ഇവരിൽ നിന്ന് ചാനലുകൾ എടുക്കുന്നു. ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ച് അവർ ചെയ്ത വർക്ക് ഈ മാധ്യമം വഴി കൂടുതൽ ആളുകളുടെ അറിവിലേക്ക് എത്തുന്നു.
അവരെ അറിയാത്ത ചാനൽ പ്രേക്ഷകർക്കും പരിചിതമാകുവാൻ അവർക്ക് ഇതുവഴി കഴിയുന്നു. പബ്ലിസിറ്റി വർദ്ധിക്കുമ്പോൾ സിനിമയിൽ അവരുടെ പേയ്മെന്റ് വർദ്ധിക്കും. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവർക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കും. അതുകൊണ്ട് തന്നെ മൂവി പ്രൊമോഷനായും ബുക്ക് ലോഞ്ചിനായും പബ്ലിസിറ്റി ഇന്റർവ്യൂസിനായും എത്തുന്ന സെലിബ്രിറ്റികൾക്ക് പേയ്മെന്റ് നൽകുന്നില്ല. എന്നാൽ പല സാഹചര്യങ്ങളിൽ വാർത്താ ചാനലുകൾ പ്രൊമോഷന്റെ ഭാഗമല്ലാതെ സ്പെഷ്യൽ ടോക്ക് ഷോ ആയി സെലിബ്രിറ്റികളുടെ ഇന്റർവ്യൂ എടുക്കാറുണ്ട്. അവരുടെ ലൈഫ്, കുടുംബം, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്ന ഇന്റർവ്യൂകൾ കാണുവാനും ആളുകൾക്ക് താല്പര്യമാണ്. പ്രത്യേകിച്ചും ഓണം, ക്രിസ്മസ് പോലെയുള്ള വിശേഷ അവസരങ്ങളിലാണ് ഇത്തരം ഇന്റർവ്യൂകൾ കാണുവാൻ കഴിയുന്നത്. ഇത്തരം ഇന്റർവ്യൂ എടുക്കുന്നതിന് ചാനലുകൾ പേയ്മെന്റ് നൽകുന്നുണ്ട്. ഇവിടെ നിശ്ചിത എമൗണ്ട് ഇല്ല. സെലിബ്രിറ്റിയായി പറഞ്ഞൊക്കുന്ന പണമാണ് നൽകുന്നത്. ഒന്ന് അപ്പിയർ ചെയ്യുന്നതിന് 10,000 മുതൽ 50,000 രൂപ വരെയുള്ള ഒരു തുകയാണ് നൽകാറുള്ളത്. അതിലും ഹൈ പ്രൊഫൈൽ ഉള്ളവർക്ക് കൂടുതൽ എമൗണ്ട് നൽകുന്നതായും കാണാറുണ്ട്. ഇതേസമയം തന്നെ ചെറിയ ചാനലുകളൊക്കെ സെലിബ്രിറ്റികളുടെ കയ്യും കാലും പിടിച്ച് പണമൊന്നും നൽകാതെ തന്നെ ഇന്റർവ്യൂ എടുക്കാറുമുണ്ട്. വാർത്താ ചാനലുകൾക്ക് തന്നെയുള്ള എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുകളിൽ സെലിബ്രിറ്റികൾ എത്തുമ്പോൾ ഭീമൻ തുക തന്നെയാണ് ഇവർക്ക് നൽകുന്നത്. ഓരോ അപ്പിയറൻസിനും ലക്ഷങ്ങൾ വരുന്ന തുക എഗ്രിമെന്റ് ചെയ്ത ശേഷം മാത്രമേ അത്തരം ഷോകളിൽ സെലിബ്രിറ്റികൾ അവതരിപ്പിക്കുവാനായി എത്തുകയുള്ളൂ. ചാനലുകളിൽ എത്തുന്ന മറ്റൊരു വിഭാഗം സാമൂഹിക പ്രവർത്തകരും പ്രൊഫഷണലുകളുമാണ്. നിയമവിദഗ്ധർ, പ്രൊഫസർമാർ, ഡോക്ടർമാർ, വിരമിച്ച ജഡ്ജിമാർ, സാമൂഹിക കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നവർ ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാനലുകൾ ഇവർക്കൊന്നും സാലറി നൽകുന്നില്ല. അവർ ചാനലുകളിൽ വരുന്നത് അവരുടെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുവാനും ആശയം പ്രചരിപ്പിക്കുവാനും പൊതുരംഗത്തെ സ്വാധീനം നിലനിർത്താനുമാണ്. ഈ പാനലിസ്റ്റുകളായി എത്തുന്നവരിൽ സ്ഥിരമായി എത്തുന്നവർ ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഉള്ള യാത്രാ സൗകര്യവും ചെറിയ ഉപകാരങ്ങളും ഇവർക്ക് നൽകാറുണ്ട്. ഭൂരിപക്ഷം ആളുകൾക്കും പേയ്മെന്റ് ഇല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾക്കൊക്കെ 3,000 മുതൽ 10,000 രൂപ വരെയും നൽകാറുണ്ട്. വാർത്താ ചാനലുകളുടെ ഏറ്റവും മികച്ച പ്രോഗ്രാമായി നിലനിൽക്കുന്നത് ഈ അന്തിച്ചർച്ച തന്നെയാണ്. സാധാരണ ദിവസങ്ങളിൽ പകൽ സമയങ്ങളിലെല്ലാം വിരസമായ ന്യൂസ് ബുള്ളറ്റിനുകൾ ആണ് പ്രതീക്ഷിക്കാവുന്നത്. അത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രാവിലെ ഒരു ന്യൂസ് വെച്ച് നോക്കുന്നവർ പിന്നെ വൈകുന്നേരമേ അത് നോക്കാറുള്ളൂ. ഇതിനിടയിൽ ഇലക്ഷനോ റിസൾട്ടോ പ്രകൃതി ദുരന്തങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പകൽ സമയത്ത് റിപ്പോർട്ടിംഗ് അടിച്ചു പൊളിക്കാം. ഇതിൽ തന്നെ വ്യത്യസ്തത പരീക്ഷിക്കുകയും കൂടുതൽ എന്റർടൈൻമെന്റ് രീതിയിലേക്ക് വാർത്തകളെ എത്തിക്കുകയും ചെയ്യുന്ന ചാനലുകൾക്കാണ് ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത്. ഈ റേറ്റിംഗ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പരസ്യദാതാക്കളെ കൂടുതൽ ലഭിക്കുകയും പരസ്യ സമയങ്ങൾ കൂടുതൽ വിലയ്ക്ക് വിറ്റുപോവുകയും ചെയ്യും. അന്തിചർച്ചകളിലെ സംവാദങ്ങളും റേറ്റിംഗ് വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ഉപാധി തന്നെയാണ്. വൈറലായ എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ അതിന്റെ ക്ലിപ്പിങ്ങുകൾ യൂട്യൂബിലൂടെ പ്രചാരം നേടുകയും അടുത്ത ദിവസത്തെ ചർച്ചയ്ക്ക് ചാനലിന് കൂടുതൽ പ്രേക്ഷകരെ കിട്ടുകയും ചെയ്യുകയുള്ളൂ. ചാനൽ ചർച്ചകൾ ചാനലിന്റെ വളർച്ചയ്ക്കും വരുമാനത്തിനും അഭിവാജ്യമാണെങ്കിലും ചർച്ചകളിലെത്തുന്ന പാനലിസ്റ്റുകൾക്ക് പണം ആവശ്യമില്ലെന്ന് ചാനലുകൾക്ക് അറിയാം. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായാൽ തന്നെ ചാനലിന്റെ ചിലവ് വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ ചാനലുകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നടത്തുന്ന പ്രത്യേക ഷോകളിൽ ഈ പാനലിസ്റ്റുകൾ വളരെ പ്രസന്നതയോടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിന് പ്രത്യേക പേയ്മെന്റുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. വിശേഷ അവസരങ്ങളിലും ചാനലിന്റെ വാർഷികത്തിനും ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ ഇവന്റ്സ് 5 സ്റ്റാർ വെന്യൂകളിൽ വെച്ച് നടത്തുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾക്ക് ഉപഹാരങ്ങൾ നൽകാറുണ്ട്. ഇതിലേറ്റവും പ്രധാനം ചാനലുകൾ സ്പോൺസർ ചെയ്യുന്ന ആഡംബര ഡൈനിങ് തന്നെയാണ്. ഇതുവഴി മികച്ച ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും പാനലിസ്റ്റുകളായി എത്തുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും പ്രൊഫഷണലുകൾക്കും ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും കഴിയും. അപ്പോൾ അന്തിചർച്ചകളിൽ എല്ലാ ദിവസവും മണിക്കൂറുകൾ ഒരു ചാനലിലും ഒന്നിലധികം ചാനലുകളിലും വന്നിരിക്കുന്നവർക്ക് എന്താണ് ലക്ഷ്യമുള്ളതെന്ന് സംഗ്രഹിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പുരോഗതിയും വ്യക്തിത്വ ബ്രാൻഡിങ്ങും കരിയർ വളർച്ചയ്ക്കും സാമൂഹിക സ്വാധീനത്തിനും അവരുടെ ആശയത്തോട് നീതി പുലർത്താനുമാണ് അവർ ഈ ചർച്ചകളിൽ ഉൾപ്പെടുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇതുവഴി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് നേരിട്ട് പ്രവേശനം നേടാനും കഴിയും. പ്രൊഫഷണലുകൾക്ക് അവരുടെ മേഖലയിൽ കൂടുതൽ ക്ലയൻസിനെ നേടാൻ കഴിയും. രാഷ്ട്രീയക്കാർക്ക് MLAയോ MPയോ ആകാൻ വേഗത്തിൽ കഴിയും. അതുകൊണ്ട് മനസ്സിലാക്കാം, ന്യൂസ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാവർക്കും ചാനൽ പ്രതിഫലം നൽകുന്നില്ല. അവർക്ക് നിശ്ചിത ശമ്പളമോ ഫീസോ ഇല്ല. ചെറിയ ഉപഹാരങ്ങൾ മാത്രമാണ് ബഹുഭൂരിപക്ഷം അവസരങ്ങളിലും ഇവർക്ക് നൽകുക. ഇനി അന്തിചർച്ചകൾ കാണുമ്പോൾ ഓരോ പാനലിസ്റ്റുകളുടെയും പ്രകടനം കൂടുതൽ വിമർശനാത്മകമായി വിലയിരുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. അവരുടെ വാക്കുകളിലൂടെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് തെറ്റിദ്ധാരണകളില്ലാതെ മനസ്സിലാക്കാം. പണം പ്രതിഫലമായി വാങ്ങാതെ മണിക്കൂറുകൾ സംവാദങ്ങളിലും അഭിമുഖങ്ങളിലും ഇവർ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം പണത്തെക്കാൾ എത്രയധികം പ്രാധാന്യം സ്വാധീനത്തിനും പൊതുജന ശ്രദ്ധയ്ക്കും പദവികൾക്കും ഉണ്ടെന്ന്. വാർത്താ മാധ്യമങ്ങളിൽ എത്തുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഞാൻ പങ്കുവച്ചതെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.